ഓ മൈ ഗോഡ് ഗൈസ്, രാവിലത്തെ 8 മണീൻ്റെ വെയിലോ 7 മണീൻ്റെ വെയിലോ കൊള്ളുന്നല്ല ആരൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട്. അങ്ങനെ നിൽക്കാണ് ഗൈസ്. സ്കിൻ കെയർ അത്യാവശ്യമായിട്ട് തുടങ്ങണം. ഏതൊരു കാറാരം വരുന്നുണ്ട് ഗൈസ്. എൻ്റെ തൊളയിൽ എപ്പോഴും ഗൈസ് 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 ഗൈസ്. എൻ്റെ വീട് കേരളത്തിലാണ്. ഭാഷയായിട്ട് അറിയാം. കേരളത്തിൽ ഈ ഭംഗി ഉണ്ടായാലും അറിയാം. കേരളത്തിൽ എവിടെയൊക്കെ എൻ്റെ ഭാഷ ഇട്ടിട്ട് ഭാഷ ഓൾമോസ്റ്റ് അല്ല എറണാകുളമായിരിക്കും. കാരണം ഞാൻ എറണാകുളത്ത് 7 കൊല്ലം പഠിച്ചിട്ടുണ്ട്. 7 കൊല്ലം 2015 തൊട്ട് 21 വരെ ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട്. 7 കൊല്ലമല്ല 6 കൊല്ലം. അവിടെ ഹോസ്റ്റലിലായിരുന്നു. എറണാകുളത്ത് എവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എടക്കൊച്ചി തേവര പള്ളുരുത്തി അവിടെ. ഗൈസ് എറണാകുളം ഫാൻസ് ഉണ്ടെങ്കിൽ ഇവിടെ താഴെ കമൻറ്റ് ചെയ്യുന്നതാണ്. എറണാകുളത്ത് 7 കൊല്ലം പഠിച്ചിട്ടുണ്ട്. 7 അല്ല 6 കൊല്ലം, 6.5 കൊല്ലം ഞാൻ പഠിച്ചിട്ടുണ്ട്. അവിടെ ഹോസ്റ്റലിലായിരുന്നു. എറണാകുളം തേവര പള്ളുരുത്തി ഭാഗത്ത് ഡോൺ ബോസ്കോ. അറിയേക്കും ചെറുതായിട്ട് ഫേമസ് ആണ് ഗൈസ്. നമ്മളുടെ വ്ളോഗ് ഇന്നോട്ട് തുടങ്ങുകയാണ് ഗൈസ്. ഇന്നോട്ട് സ്കിൻ കെയർ ഇപ്പം നിങ്ങൾ ഇന്നതാ 19 അല്ലേ, ഒരു 3 ഡേയ്സ് 4 ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ സ്കിന്നൊക്കെ അത് വെളുത്ത് തുടുത്ത് വരും. ഐസൊക്കെ വെച്ച് ഒരു ടോണറൊക്കെ വെച്ച് നഖമട്ടണം, മീശയൊക്കെ വടിച്ച്. അപ്പം നിങ്ങൾ ഗയാണ് ഗൈസ്. മീശ എനിക്ക് പൊതുവെ ഇഷ്ടമല്ല, താടിയാണ് എനിക്കിഷ്ടം ഗൈസ്. എൻ്റെ ഫേസിലും കളറുണ്ടോ ഗൈസ്? ഇതെങ്ങനെ കയ്യിലും മുഖത്തൊക്കെ കറക്റ്റ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതാണല്ലോ. മുടി വെട്ടിയൊക്കെ എന്ത് കാണിച്ചത് കുരുക്കളൊക്കെ പോയില്ലേ ഗൈസ്. ഞാൻ യൂസ് ആക്കുന്നത് മുസ്താക്കിൻ്റെ ഫേസ് വാഷാണ്. എനിക്ക് ഏകദേശം 2 മാസം ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും ഓരോ ഇൻഫ്ലുവൻസേഴ്സും വ്ളോഗേഴ്സും പിന്നെ അതിൻ്റെതായ പ്രൊഡക്റ്റിൻ്റെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തൊക്കെ നിയാസെർമയോ എന്തോ ആസിഡ് പിന്നെ ഓഷൻ പ്യുവർ ഇതൊക്കെ അന്ന് കാണുമ്പോൾ വീണ്ടും തങ്ങിട്ട് മുഖത്ത് കഴുകും. എനിക്ക് വലിയ ഇതൊന്നും തോന്നിയിട്ടില്ല. അത് നിർത്താമെന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും തുടങ്ങും, വീണ്ടും നിർത്താൻ വിചാരിക്കും വീണ്ടും തുടങ്ങും. എന്താണെന്ന് എനിക്ക് തന്നെ ഒരു പിടി കിട്ടണില്ല. അപ്പം അങ്ങോട്ട് എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി അങ്ങോട്ട് യൂസ് ആക്കാം ഗൈസ്. പിന്നെ നിങ്ങൾക്കൊരു ഇതുണ്ട്, അമ്മേ താങ്ങിക്കാൻ തലേ വിടോ ഗൈസ്. എന്താ പറയണ്ടേ പിടിക്കണ്ടേന്ന് ഒരു പിടുത്തവും ഇല്ല കേട്ടാ. വെറുതെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ്. എന്തെങ്കിലും ബോറായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിട്ടോട്ടാ. മണ്ടത്തരങ്ങളെ വിളിച്ച് പറയൂ, ഓൺലി മണ്ടത്തരം ഗൈസ്. പിന്നെ എനിക്ക് ചെറുതായിട്ട് എഡിറ്റിംഗ് ഒക്കെ അറിയുള്ളൂ, വല്ലാണ്ട് അറിയില്ല. ഇൻഷോട്ടിൽ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പിടിക്കുക പരിപാടിയൊക്കെ. അല്ലാണ്ട് എൻ്റെ ഹാഫ് സ്ലീവാ ഫുൾ സ്ലീവാ ഏതൊരു സ്ലീവ് ഷർട്ട് ഗൈസ്. നമുക്ക് വലിയൊരു യൂട്യൂബർ ആവണം, എന്നിട്ട് കുറേ പേരെ സഹായിക്കണം. ആദ്യം വാടക വീട്ടിൽ നിന്നൊന്ന് മാറണം. അമ്മയൊക്കെ വാടക കൊടുക്കണം, സങ്കടം വരും. വാടക പോരാണ്ട് ലോണ് 5-6 ലോണുണ്ട്. എൻ്റെ അമ്മ ഈവൻറ്റ് മാനേജ്മെൻ്റാണ് വർക്ക്. ഓൾമോസ്റ്റ് 6 വ്ളോഗുണ്ട് ഗൈസ്. ഇംഗ്ലീഷ് വല്ലാണ്ട് അറിയില്ല. ആകെപ്പാടെ ഓൾമോസ്റ്റ് 1 വീക്കും 3 ഡേയ്സ് 4 ഡേയ്സ് ഉള്ളതുള്ള പോലെ പറയാലോ. പഠിക്കേണ്ട കാലത്ത് പെണ്ണുങ്ങളുടെ വായി നോക്കി തുറന്നപ്പോഴുള്ള അവസ്ഥയാണ്. ഇംഗ്ലീഷ് എനിക്ക് തീരെ ഇഷ്ടമല്ല, അത് വേറെ കാര്യവും ഗൈസ്. ഇവിടെ നിന്നിട്ട് നീങ്ങിക്ക തേങ്ങ ചിലപ്പോൾ തലയിലേക്ക് ഇടും ഗൈസ്. എൻ്റെ ഭാഷ കേട്ടിട്ട് ഏത് ഭാഷയാണ് തോന്നണേ? തൃശ്ശൂർ, ചെറുതായിട്ട് മലപ്പുറം കുടുങ്ങുന്നുണ്ട്. പിന്നെ ഫുൾ എറണാകുളം ഇങ്ങനെ എറണാകുളത്തെ ഡിസപ്പോയിൻ്റ് ആക്കി പറയുന്നതല്ലേ ഗൈസ്.